അപ്പോൾ ഡേ 5 വാസ് സ്റ്റാർട്ടിങ് ഓൺ ത്രിഫ്റ്റ് സ്റ്റോർ ജേണി. ബാംഗ്ലൂരിൽ ത്രിഫ്റ്റ് അടിക്കാൻ പോയപ്പോൾ തന്നെ പോലീസ് ഓടിച്ച്. കഥ വഴിയെ പറഞ്ഞുതരാം. അതിന് അക്കൗണ്ട് ഫോളോക്കി കൂടെ കുടിക്കും. അപ്പോൾ ആർട്സ് ഡേ കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ ട്രെയിനിൽ കയറി. ജനറൽ കമ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ 2-3 സ്റ്റേഷനൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് സീറ്റൊക്കെ അവിടെ കാണാൻ തുടങ്ങി. അപ്പോൾ ഒരുത്തൻ ബർത്തുമേയും വേറൊരുത്തൻ സീറ്റിലും പിന്നെ 2 പേര് ഒറ്റ മൈൻഡ് അടിച്ച് നിലത്തങ്ങ് കിടന്നു. പിന്നെ വേറെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് തപ്പി കിട്ടിയത്. പക്ഷേ മൈൻഡിൽ ഒരൊറ്റ കാര്യം ഉണ്ടായിരുന്നു, ഇതെങ്ങനെയും സക്സസ് ആക്കണം. പിന്നെ ഒന്ന് മയങ്ങിനിട്ടപ്പോൾ തന്നെ ബാംഗ്ലൂർ എത്തി. ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണ് സ്റ്റേ കിട്ടിയത്. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിലും സ്റ്റേൻ്റെ കാര്യത്തിലും സേഫാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഞങ്ങൾ എടുത്തു വെച്ചത്. നമ്മളിപ്പോൾ മിഡിൽ ക്ലാസ് ആണ്. അങ്ങനെയുള്ളവരുടെ വലിയ ആഗ്രഹം തന്നെയാണ് നല്ല ഡ്രസ്സ് കിട്ടണം എന്നൊക്കെ. പക്ഷേ പൈസ ഇല്ലാത്തതുകൊണ്ട് ക്യാഷ് അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല എന്നാണ് ഞങ്ങൾ കേട്ട ഏറ്റവും വലിയ പരാതി. സാരില്ല, അതിലല്ലേ നമ്മളെ 18 ട്രെൻഡി ഡ്രസ്സ് അഫോർഡബിൾ ആയിട്ട് കിട്ടാൻ അക്കൗണ്ട് ഫോളോക്കി കൂടെ പിടിക്കും. ടു നോ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്. അപ്ഡേറ്റ്സ് ഒക്കെ വഴിയെ വരുന്നുണ്ട്. ബാക്കി നെക്സ്റ്റ് വീഡിയോ പറയാം. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ ബീയിങ് പാർട്ട് ഓഫ് ഡ്രീം. സൈനിങ് ഔട്ട്.